ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജെ കളക്ഷൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്ന ഈ ഒരു ടൈപ്പ് ബീഡ്സ് വെച്ച് എങ്ങനെയാണ് മാല ഉണ്ടാക്കുക എന്ന്. അപ്പോൾ ഇത് വന്നിട്ട് ഡബിൾ ലെയർ മാലയാണ് ഉണ്ടാക്കുന്നത്. ഗിയർ വയർ ഉപയോഗിച്ചിട്ടാണ്. നമുക്ക് മാലയുടെ യൂസ് ചെയ്യാം, അല്ലാത്ത ഗിയർ വയർ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പം ഞാൻ ഇതേപോലെ സിൽവർ ബീഡും അതേപോലെ ബീഡ്സും ആണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണ്ടിയ സാധനങ്ങൾ എന്ന് പറയുന്നത് ജം റിങ്, മാലയുടെ ലോക്കും ആണ്. ഇതിൽ മെയിൻലി ഞാൻ യൂസ് ചെയ്യുന്നത് ബീഡ്സ് ആണ്. അതിൻ്റെ കൂടെ ക്രിം ബീഡ് ഇടുന്നുണ്ട്, പിന്നെ ഒരു സിൽവർ, പിന്നെ ഇതേപോലെ തന്നെ ബീഡ്സ് കയറ്റുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു സിൽവർ ബീഡ് ഇടും, അത് കഴിഞ്ഞ് ഗിയർ ലോക്ക് ഇടും. അങ്ങനെ പോവുകയാണ്. അപ്പോൾ ബീഡിൻ്റെ അപ്പുറവും ഇപ്പുറവും സിൽവറിൻ്റെ ബീഡ് വേണം, പിന്നെ നമുക്കൊരു ക്രിം ബീഡും വേണം. അങ്ങനെയാണ്. അപ്പോൾ അതല്ലാതെ ഞാൻ ഈ ബീഡ്സ് ഇട്ട് ലോക്ക് ചെയ്ത് തന്നെ നിർത്തുകയല്ല. ലൂസാണ്, ഒരു സൈഡിൽ ലൂസായിട്ട് ഒരു സൈഡിൽ ലോക്ക് കാരണം ബീഡ്സിന് താഴേക്ക് പോകാൻ പറ്റാത്ത പോലെയാണ് ആക്കി വെക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഇതേപോലെ നിറയ്ക്കുക. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം, ഞാൻ സിൽവർ ബീഡിൻ്റെ നടുക്ക് ക്രിം ബീഡ് ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഫിഷ് ഹുക്ക് അല്ലെങ്കിൽ മാലയുടെ പിരി വെച്ച് ലോക്ക് ചെയ്യാം. അതിന് ഞാൻ ഒരു പിരി എടുത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ ക്രിം ബീഡ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ക്രിം ബീഡ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ട് ലോക്ക് ചെയ്യാം, ഹുക്ക് ഇളകി കളിക്കാതിരിക്കാൻ. അത് കഴിഞ്ഞ് എൻഡിങ്ങിലും നമുക്കൊരു ഗിയർ ലോക്ക് ഉപയോഗിച്ച് ലോക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മാലയുടെ ഈ സൈഡ് ഇങ്ങനെ നിൽക്കുന്നത് നമുക്ക് മേത്ത് കുത്താതെ ഇരുന്നോളൂ. ഇതേപോലെ ഞാൻ ലോക്ക് ചെയ്യാൻ പോവുകയാണ്. നന്നായി ടൈറ്റായിട്ട് പിടിക്കുക, അല്ലാതെങ്കിൽ പ്ലെയർ വെച്ച് പിടിച്ചിട്ട് നമുക്ക് ടൈറ്റ് ചെയ്താലും മതി. അപ്പോൾ ഇതേപോലെ നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി ബീഡ്സ് ഇട്ട് നമുക്ക് ലൈനായിട്ട് ചെയ്യാം. ഇതേപോലെ ഒരു കൈയുടെ വിരലിന് ഗ്യാപ്പ് വിട്ടിട്ട് ക്രിം ബീഡ് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെയും ഒരു കൈ അകലം വിട്ടിട്ട് പിന്നെയും ക്രിം ബീഡ് പ്രസ് ചെയ്യും. അങ്ങനെ ഫുള്ളി ഞാൻ ഇട്ടു. അപ്പോൾ ഗ്യാപ്പ് ഉള്ളിടത്ത് ഈ ബീഡ്സ് ഇളകി നടക്കും. ക്രിം ബീഡ് പ്രസ് ചെയ്യുമ്പോൾ ചെയ്ത് അവിടം വരെ പോവുള്ളൂ. അങ്ങനെ അപ്പം നമുക്ക് വീട്ടിൽ തന്നെ ഇതേപോലെ, ഇതിനൊക്കെ നിങ്ങൾക്ക് അറിയാം നല്ല റേറ്റാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഇതൊക്കെ ചെയ്ത് നമ്മുടെ പിള്ളേർക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയതാണ്. മാലയുടെ ലോക്ക് ക്രിം ബീഡ് ഉപയോഗിച്ച് എങ്ങനെയാണോ നമ്മൾ ടൈറ്റ് ചെയ്യുന്നത്, ഇതേപോലെ തന്നെയാണ് മാലയുടെ പിരിയുള്ള മാലയും നമുക്ക് ചെയ്യാൻ. ഇത് ഇളകി കളിക്കുന്നുണ്ട് എന്നോർത്ത് നിങ്ങൾ ഇതാവണ്ട. ക്രിം ബീഡ് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇളകൂല പിന്നെ. അപ്പോൾ ഇതേപോലെ ഒരു മാല ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇപ്പോൾ ഇങ്ങനെ കിടക്കുന്ന ഭാഗത്ത് മാത്രമാണ് ടൈറ്റായിട്ട് കിടക്കുന്നത്. അത് നമ്മൾ അടുത്ത മാല ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക, ഒരു ലൈന്. അത് കഴിഞ്ഞ് ഒരു ലൈൻ വേണമെങ്കിൽ നമുക്ക് മാലയിൽ കോർത്ത് ഇടാം. അത് കഴിഞ്ഞ് അടുത്തത് നമ്മൾ ഇതേപോലെ ചെയ്തിട്ട് കോർത്ത് ഒരുമിച്ച് ഇതേപോലെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് ഏത് ബീഡ്സ് വേണമെങ്കിലും ഉപയോഗിക്കാം, 6ഓ 4ഓ പല രീതിയിൽ നമുക്ക് മോഡലിംഗ് ചെയ്യാൻ പറ്റും. ഇത് 4-5 ലെയറിലും ചെയ്യാൻ പറ്റും. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ താങ്ക് യു.